നിങ്ങളൊരു മൂക്കുത്തി ലവറാണോ? ഈ മൂക്കുത്തിയുടെ ചരിത്രം കേട്ടാലോ? നോക്കിയാലോ? 16-17 സെഞ്ചുറീസില് മുഗൾ ഭരണ കാലഘട്ടത്തിലാണ് മൂക്കുത്തി കൂടുതലും ഉപയോഗത്തിൽ വന്നത് എന്നാണ് ഒരു ഹിസ്റ്ററി. മൂക്കുത്തി കൂടുതലും ലെഫ്റ്റ് നോസ്, അതായത് ഈ ഇടത്തെ മൂക്കിലാണ് മൂക്കുത്തി കൂടുതലും പിയേഴ്സ് ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്നത്. എന്താ കാരണം എന്നറിയോ? ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഈ ലെഫ്റ്റ് നോസും സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ലെഫ്റ്റ് നോസിൽ ഈ ഒരു പിയേഴ്സ് ചെയ്യുന്നത് ഈ മെൻസ്ട്രൽ എന്താ പറയുക റെഗുലർ ആക്കാനും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിൽ പെയിൻ റിഡ്യൂസിനൊക്കെ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ നോർത്ത് സൈഡിലൊക്കെ മൂക്കുത്തിക്ക് നാത്ത് എന്നാണ് പറയാം. അതായത് നാത്ത് എന്ന് വെച്ചാൽ വലിയൊരു ഈ പറഞ്ഞ പോലെ വലിയൊരു ഹൂപ്സും അതും ഇയർ ചെയിൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിനൊക്കെ കാണുന്നുണ്ടായിരിക്കും. അത് അവരുടെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അതായത് അവർക്കൊരു 16 സെറ്റിന്റെ അടുത്ത് അവർക്ക് ആഭരണങ്ങൾ ഈ കല്യാണത്തിനുണ്ടെന്ന് നിർബന്ധമുണ്ട്. അതിലൊന്നാണ് ഈ ഒരു നാത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞി സ്റ്റഡ്സ്, നമ്മളാണ് അതിന് മൂക്കുത്തി എന്ന് വിളിക്കുന്നത്. കുഞ്ഞു കുഞ്ഞി സ്റ്റഡ്സ്, ഗോൾഡ് സ്റ്റഡ്സ്, അതുപോലെ തന്നെ സിൽവർ സ്റ്റഡ്സ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻലി മൂക്കുത്തി നമ്മൾ കേരളത്തിലും കൂടുതലും ഇടുന്നത് ഈ കുഞ്ഞു കുഞ്ഞി സ്റ്റഡ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു മൂക്കുത്തി അഡിക്റ്റഡ് ചങ്ക് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ആ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.